ഒരിക്കലൊരു ഭൂകമ്പത്തിൽ ഗ്രാമം മുഴുവൻ നശിച്ചു. ഗ്രാമത്തിലെ എല്ലാ കെട്ടിടങ്ങളും തകർന്നു. ഗ്രാമത്തിൽ വെറും അവശിഷ്ടങ്ങൾ മാത്രമായി മാറി. ഗ്രാമവാസികൾ എല്ലാവരും ആ ഗ്രാമം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും അവിടം വിട്ടു പോകാൻ തുടങ്ങി. ഒഴിഞ്ഞ ഗ്രാമത്തെ കണ്ട് എലികളുടെ രാജാവായ മിങ്കു എലികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ മീറ്റിംഗ് വിളിച്ചതെന്ന്. എലികളിൽ ഒരു വികൃതി കുട്ടിയുണ്ടായിരുന്നു. അതിന്റെ പേര് പിന്റു എന്നായിരുന്നു. അവൻ പറഞ്ഞു, മഹാരാജാവേ, തീർച്ചയായും ഏതെങ്കിലും പാർട്ടി നടക്കാൻ പോവുകയായിരിക്കും. അല്ല പിന്റു, ഞാനിവിടെ നിങ്ങളെയൊക്കെ വിളിച്ചത് പാർട്ടി എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ല. നിങ്ങളോട് ഒരു പ്രത്യേക വിഷയം അറിയിക്കുവാനാണ് വിളിച്ചത്. ഇത്രയും നാളും നമുക്ക് അങ്ങുമിങ്ങും അലഞ്ഞാണ് ജീവിക്കേണ്ടി വന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി വീടുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് മഹാരാജാവേ? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗ്രാമത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. ഗ്രാമവാസികളെല്ലാം സ്വന്തം വീടുകൾ ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ്. ആ വീടുകളെല്ലാം നമുക്കിനി സ്വന്തമാക്കാം. എന്താ, നിങ്ങൾക്കെല്ലാം സമ്മതമാണോ? മിങ്കു പറഞ്ഞ കാര്യത്തോട് എലികൾ എല്ലാവരും യോജിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞ വീടുകളിലെല്ലാം എലികളുടേതായി മാറി. എലികൾ ആ വീടുകളിൽ സുഖിച്ച് ജീവിക്കാൻ തുടങ്ങി. എന്നാൽ ആ ഗ്രാമം ഒരു അരുവിയുടെ അടുത്തായിരുന്നു. പതിവായി ആ അരുവിയിൽ ആനകളുടെ ഒരു കൂട്ടം വെള്ളം കുടിക്കാനായി എത്തുമായിരുന്നു. ഗ്രാമത്തിൽ ഇപ്പോൾ ആൾതാമസമില്ലാതായതോടെ ആനകൾ ഗ്രാമത്തിലൂടെ നടന്ന് അരുവിയിൽ വരാൻ തുടങ്ങി. ആനകൾ അരുവിയിലേക്ക് നടക്കുന്ന വഴിയിൽ അവയുടെ കാലിനടിയിൽപ്പെട്ട് അനേകം എലികൾ എന്നും ചതഞ്ഞരഞ്ഞുകൊണ്ടിരുന്നു. എലികൾക്കെല്ലാം ആദിയായി. ചിങ്കി എന്നു പേരുള്ള ഒരു സുന്ദരി പക്ഷി പിന്റുവിന്റെ കൂട്ടുകാരിയായിരുന്നു. അവളോട് അവൻ തന്റെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞു. ചിങ്കി, നമ്മൾ എല്ലാവരും മഹാരാജാവിനെ ആജ്ഞ അനുസരിച്ചു. പക്ഷേ ആ ആനക്കൂട്ടത്തിന്റെ ഉപദ്രവം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനകളും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധം? ആനകൾ വലിയ ജീവികളല്ലേ? ചിങ്കി, നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മുമ്പൊക്കെ ആനക്കൂട്ടം വെള്ളം കുടിക്കാനായി കാട്ടിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത്. ഈ ഇടയായി അവൻ നമ്മുടെ വീടിനടുത്തുകൂടിയാണ് പോകുന്നത്. ഇന്നും ഒരു എലിയെങ്കിലും അവറ്റുകളുടെ കാലിനടിയിൽ പെട്ടുപോകുന്നുണ്ട്. എനിക്കിപ്പോ പുറത്തിറങ്ങാൻ പോലും പേടിയാണ്. എടാ മണ്ട, ആ വീടുകൾ മുമ്പ് മനുഷ്യർ താമസിച്ചിരുന്നതാണ്. അവരൊക്കെ അവിടെ വിട്ടു പോയതോടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെയുള്ളത്. അപ്പോ ആനകൾക്ക് ഒരു ഷോർട്ട് കട്ട് വഴി കിട്ടിയിരിക്കുകയാണ്. പക്ഷെ ചിങ്കി, ഇങ്ങനെ പോയാൽ നമ്മളിൽ ഒരാൾ പോലും ബാക്കി ഉണ്ടാവില്ല. നീ നിന്റെ രാജാവിനോട് ഇക്കാര്യം പറയേ. നീ പറഞ്ഞത് ശരിയാണ് ചിങ്കി. പിന്റു നേരെ പോയി ഈ വിഷയം എലികളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇക്കാര്യം മിങ്കു രാജാവിന്റെ ചെവിയിലും എത്തി. മിങ്കു അതിനെ വളരെ ഗൗരവമായി തന്നെ സ്വീകരിച്ചു. വളരെ ആലോചിച്ച ശേഷം ആനകളുടെ രാജാവായ എലിഫന്റയെ കണ്ട് വിഷയം അവതരിപ്പിക്കാൻ മിങ്കു തീരുമാനിച്ചു. പിറ്റേന്ന് തന്നെ മിങ്കു ആനകളുടെ രാജാവായ എലിഫന്റയെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ആ തകർന്ന ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. ഓരോ തവണയും അങ്ങും കൂട്ടരും അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ആനകളുടെ കാലിനടിയിൽപ്പെട്ട അനേകം എലികൾ ചതഞ്ഞരയുകയാണ്. അങ്ങ് ആ വഴി മാറി സഞ്ചരിക്കുവാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഇത് കേട്ടതും ആനരാജാവ് ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹം കോപാകുലനായി. എന്നിട്ട് ദേഷ്യത്തോടെ പറഞ്ഞു, എന്നോട് വന്ന് വഴിമാറി പോകണമെന്ന് ആജ്ഞാപിക്കാൻ മാത്രം നിനക്ക് ഇത്ര ധൈര്യമോ? അങ്ങനെയല്ല എലിഫന്റ് രാജാവേ, ഞാൻ അങ്ങയോട് ആജ്ഞാപിച്ചതല്ല, അപേക്ഷിച്ചതാണ്. അപ്പോൾ എലിഫന്റ് ദേഷ്യം കൊണ്ട് അലറിക്കൊണ്ട് പറഞ്ഞു, വാ ഇടയ്ക്ക് നീയ. ഇനി ഒരക്ഷരം നിന്റെ നാവിൽ നിന്ന് വന്നാൽ ഇപ്പോ ഇവിടെ വച്ച് നിന്നെ ഞാൻ ചവിട്ടി അരയ്ക്കും. നിന്നെ പോലുള്ള കൃമികീടങ്ങൾക്ക് വേണ്ടി വഴിമാറി സഞ്ചരിക്കാൻ മാത്രം ഞങ്ങൾ ആനകൾ അത്ര അധപതിച്ചിട്ടില്ല. പൊക്കോ ഇവിടുന്ന്. ഇനി മേലിൽ നിന്നെ ഇവിടെ എങ്ങും കണ്ടുപോകരുത്. പാവം മിങ്കു അവിടെ നിന്നും പോയി. പക്ഷേ അവന് എലിഫന്റയുടെ അഹങ്കാരം ഒട്ടും ഇഷ്ടമായില്ല. ആനകൾ അവരുടെ സഞ്ചാര വഴി മാറ്റിയതുമില്ല. മിങ്കു തന്റെ കൂട്ടുകാരെ വിളിച്ചുകൂട്ടി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ എലിഫന്റയോട് നമ്മുടെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അക്കാര്യം മുഴുവനായി ഒന്നും കേൾക്കാൻ പോലും അയാൾ തയ്യാറായില്ല. അതൊന്നും സാരമില്ല. അങ്ങ് നമ്മുടെ രാജാവാണ്. അങ്ങയുടെ ആജ്ഞ എന്തായാലും ഞങ്ങൾ അനുസരിക്കും. ഇവിടെ നിന്നും മാറി താമസിക്കുകയല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. എലികളെല്ലാം വലിയ നിരാശയോടെ വീടുകൾ ഉപേക്ഷിച്ചു പോയി. അങ്ങനെയിരിക്കെ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കാട്ടിൽ കുറച്ച് വേട്ടക്കാർ വന്നു. അവർ അവരുടെ ശക്തമായ വലകൾ കൊണ്ട് എല്ലാ ആനകളെയും പിടിച്ചു. ആനകൾ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ അവർക്ക് വലയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. വേട്ടക്കാരുടെ വലയിൽ ആനകളുടെ രാജാവ് എലിഫന്റയും കുടുങ്ങിയിരുന്നു.
ആ സമയത്ത് അവിടെ ഒരു മരത്തിൽ ചിങ്കി ഇതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. ചിങ്കി വേഗം പറന്ന് പിന്റുവിന്റെ അടുത്തെത്തി സംഭവങ്ങളെല്ലാം പിന്റുവിനോട് പറഞ്ഞു. അപ്പോൾ പിന്റുവിന്റെ കൂടെ എലികളുടെ രാജാവ് മിങ്കുവും ഉണ്ടായിരുന്നു. ചിങ്കി പറഞ്ഞു കേട്ട് പിന്റുവിന് സന്തോഷമായി. അവൻ പറഞ്ഞു, നീയൊരു സന്തോഷ വാർത്തയാണ് കൊണ്ടുവന്ന ചിങ്കി. ആ എലിഫന്റ് നമ്മുടെ രാജാവിനോട് അപമര്യാദയാണ് കാണിച്ചത്. അയാൾക്ക് അങ്ങനെ തന്നെ കിട്ടണം. നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റുമോ എന്നറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ത് സഹായമാണ് ചിങ്കി? നമ്മളല്ലേ സഹായം അഭ്യർത്ഥിച്ച് എലിഫന്റിന്റെ അടുത്തേക്ക് പോയത്. പക്ഷെ എലിഫന്റ് നമ്മുടെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത്. പിന്റുവിന്റെ വാക്കുകൾ എലികളുടെ രാജാവ് മിങ്കു കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വേണ്ട പിന്റു, അങ്ങനെയൊന്നും പറയരുത്. എലിഫന്റ് നമ്മളെ സഹായിച്ചില്ല എന്നതുകൊണ്ട് നമ്മൾ ആരെയും സഹായിക്കരുത് എന്ന അർത്ഥമില്ല. അങ്ങ് എന്താണ് ഈ പറയുന്നത്? അവർ കാരണമാണ് നമുക്ക് നമ്മുടെ വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നത്. അക്കാര്യം അങ്ങേക്ക് അറിയാവുന്നതല്ലേ? അയാൾ അങ്ങേ എത്രമാത്രമാണ് ഇൻസൾട്ട് ചെയ്തത്. അതൊക്കെ എനിക്കറിയാം പിന്റു. പക്ഷേ നമ്മളും അവരെ പോലെ ആവാൻ പാടില്ല. നമ്മൾ ദയുള്ളവരാകണം. ഈ കാട് മുഴുവൻ എല്ലാ മൃഗങ്ങൾക്കും ഉള്ളതാണെന്ന കാര്യം നീ മറക്കരുത് പിന്റു. പരസ്പരം സഹായിക്കുക എന്നത് നമ്മുടെ കടമയാണ്. പോയി കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടുവരും. ആ ആനകളെ നമുക്ക് രക്ഷിച്ചേ മതിയാകും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ വേട്ടക്കാർ അവരെ കൊണ്ടുപോയി സർക്കസ് കൂടാരത്തിൽ അടിമകളാക്കും. മിങ്കു വേഗം തന്നെ തന്റെ കൂട്ടുകാരെ സംഘടിപ്പിച്ച് എന്നിട്ട് എലിഫന്റിയുടെയും കൂട്ടാളികളുടെയും അടുത്ത് എത്തിച്ചേർന്നു. നോക്കിയിരിക്കെ നിമിഷ നേരം കൊണ്ട് എലികൾ ചേർന്ന് ആനകളുടെ മേൽ പതിച്ചിരുന്ന വലകൾ കടിച്ചു മുറിക്കാൻ തുടങ്ങി. അങ്ങനെ ആനകൾ വേട്ടക്കാരിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. എലിഫന്റയ്ക്ക് തന്റെ തെറ്റ് മനസ്സിലായി. കുറ്റബോധത്തോടെ അദ്ദേഹം മിങ്കുവിനോട് പറഞ്ഞു, മിങ്കു, നീ എന്നോട് ക്ഷമിക്കണം. നീ ചെറിയവനാണെന്ന് കരുതി ഞാൻ നിന്നെ ധാരാളം കളിയാക്കി, നിന്നെ അപമാനിക്കുകയും ചെയ്തു. നമ്മൾ എത്ര വലിപ്പം കൂടിയവരാണെങ്കിലും ശരി, മറ്റുള്ളവരെ നിസ്സാരരായും ചെറിയവരായും കാണാൻ പാടില്ലെന്ന് ഇന്നെനിക്ക് ബോധ്യമായി. നമ്മൾ എല്ലായ്പ്പോഴും ദയവുള്ളവരാകണം. എല്ലാവർക്കും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുണ്ടാവുകയും വേണം. നിനക്ക് ഒരുപാട് നന്ദി മിങ്കു. ഇന്ന് നീ കാരണം വലിയൊരു പാഠമാണ് ഞാൻ പഠിച്ചത്. നമ്മൾ മറ്റുള്ളവരോട് എന്നും ദയയുള്ളവരാകണം. അപ്പോൾ തീർച്ചയായും നമ്മുടെ കാടും സുരക്ഷിതമാകും. ആ സംഭവത്തിന് ശേഷം മിങ്കുവും എലിഫന്റയും അടുത്ത കൂട്ടുകാരായി മാറി.